ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പികളിൽ ഒന്നാണ് കേട്ടോ. കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് എന്നൊക്കെ ഇതിനെ പറയും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റോസ്റ്റാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 400 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. റിംഗ് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇനി കൂന്തൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 രീതിയിൽ കൂന്തൽ കുക്ക് ചെയ്യാറുണ്ട്. ഒന്നാമത്തേത് ഡയറക്റ്റായിട്ട് മസാല ഉണ്ടാക്കിയതിലിട്ട് നമുക്ക് ഫാസ്റ്റിൽ വേവിച്ചെടുക്കാം. രണ്ടാമത്തേത് ഇതുപോലെ ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുത്ത് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ കൂന്തൽ റബ്ബർ പോലെ കുറച്ച് ഹാർഡായിട്ട് മാറും. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത കൂന്തലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നിളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം 4 വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. പ്രഷർ ഫുൾ പോയ ശേഷം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് ഇടുന്നത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ്ഡ് സവാള നീളത്തിലരിഞ്ഞതും 15 എണ്ണത്തോളം ചെറുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ഉള്ളിയും ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സവാളയും ഉള്ളിയും ഒക്കെ എത്രത്തോളം വഴണ്ടി വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി 2 പച്ചമുളക് എരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവോളയും ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും ഉള്ളിയൊക്കെ കളറൊക്കെ മാറി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലപോലെ ചൂടായി പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല വേവായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് മസാലയുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ വേവിച്ച വെള്ളത്തെപ്പാടി തന്നെ ചേർത്ത് കൊടുക്കാം. കൂന്തൽ വേവിച്ച വെള്ളത്തെപ്പാടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇനി ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി കൂന്തൽ മസാലയുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് റോസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്